അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്തിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. പർവ്വതപ്രാന്തങ്ങളിൽ നിന്നും കാളിയാറും കോതയാറും തൊടുപുഴയാറും ഒഴുകി ഒഴുകി പുണ്യഭൂമിയായ ത്രിവേണി സംഗമസ്ഥാനത്ത് ചേർന്ന ഒന്നായി എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്ന അനുഗ്രഹീത നഗരത്തെ ഫലഭൂയിഷ്ടമാക്കി തീർക്കുന്നു. വിവിധ മതങ്ങളുടെ സംഗമഭൂമി കൂടിയായി ഈ സ്നേഹ നഗരം വിളങ്ങി നിന്നു. കിഴക്കേ ചാലിലെ സൂര്യൻ പടിഞ്ഞാറേ ചാലിലേക്ക് തൻ്റെ തേജസ്സും പ്രഭാവവും പ്രസരിപ്പിച്ച് പടിഞ്ഞാറേ ചാലിൽ കൊച്ചു മുഹമ്മദ് എന്ന വ്യാപാരിയുടെയും പരീതുമ്മ എന്ന സാത്വിക സ്ത്രീത്വത്തിൻ്റെയും പ്രഥമ സന്താനമായി 1953 നവംബർ 27 മൂവാറ്റുപുഴയുടെ മണ്ണിൽ പിറന്നു വീണു. പ്രിയപ്പെട്ടവൻ, ബഹുമാന്യൻ, സർവോപരി സർവശക്തൻ എന്നർത്ഥം വരുന്ന അസീസ് എന്ന നാമധേയം ലഭിച്ച ഈ ബാലൻ മേൽവിശേഷണങ്ങൾക്കുതകുന്ന ഒരു പരിപൂർണ വ്യക്തിത്വമായി വളർന്നു വന്നു. സ്വതസിദ്ധമായ നിഷ്കളങ്കത്വമൂറുന്ന ആ ചിരിയും എളിമയും സ്നേഹവും മൃദുഭാഷണവും കൊണ്ട് മനസ്സുകളെ വെട്ടിപ്പിടിച്ചടക്കുന്ന വ്യക്തിത്വം. പ്രതിഭകൾക്കു ജന്മമേകിയുലകിലേക്കയച്ചിടും പ്രപഞ്ചനാഥ നിനക്കിതാ 1000 സ്തുതി. വിദ്യാഭ്യാസകാലം മൂവാറ്റുപുഴയിലെ സ്കൂളുകളിലും കോളേജിലും പൂർത്തീകരിച്ച ശ്രീ PM അസീസ് കോമേഴ്സിൽ ബിരുദമെടുത്തതിന് ശേഷം തൻ്റെ പിതാവിൻ്റെ വ്യാപാര സ്ഥാപനമായ സിൽവർ ട്രേഡേഴ്സിൽ സേവനം തുടങ്ങുമ്പോഴും അക്ഷരത്തിൻ്റെ അമൃതകുംഭത്തിലേക്ക് ആ വ്യക്തിത്വം ഒന്നടങ്കം ചൂഴ്ന്നിറങ്ങുകയായിരുന്നു. തൻ്റെ ഏക സഹോദരനായ ശ്രീ PM സലീമും ഒരുമിച്ച് വ്യാപാര സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സലീമിൻ്റെ പ്രചോദനവും നിസ്വാർത്ഥമായ പിന്തുണയും സഹായവും അസീസിൻ്റെ ഉള്ളിൽ സാമൂഹ്യ സേവന പ്രവർത്തനത്തിനുള്ള ആക്കം കൂട്ടുകയും അതിന് ഉതകും വിധം ശക്തമായ സാമൂഹ്യ സേവനങ്ങൾ നടത്തിവരികയും ചെയ്തു. സാംസ്കാരിക രംഗങ്ങളിലെയും കലാകായിക രംഗങ്ങളിലെയും പ്രവർത്തന മികവുകൾ അസീസിനെ പൊതുജന സമക്ഷം അംഗീകാരമുള്ള ഒരു പൊതുപ്രവർത്തകനും പൂർണ്ണ വ്യക്തിത്വത്തിനുടമയുമാക്കി. മൂവാറ്റുപുഴ മർച്ചൻസ് അസോസിയേഷനിലെ ദീർഘകാല പ്രവർത്തനം, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വം, മധ്യകേരളത്തിലേക്ക് കാൽപന്ത് കളിയെ ഒരു വലിയ ഹരമാക്കി മാറ്റിയ സൈക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കൈയും മെയ്യും മറന്ന പ്രവർത്തനങ്ങൾ, മൂവാറ്റുപുഴ മേളയിലെ പ്രവർത്തന പാരമ്പര്യം, സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഇരുത്തം വന്ന പ്രവർത്തന ശൈലി, ഇവയെല്ലാം സമന്വയിച്ച് അനുഗ്രഹീതനായി ജനാബ് PM അസീസ്. പ്രതീക്ഷകൾക്ക് മുന്നിലായി പ്രതിമ പോലെ നിൽക്കുവാൻ ആവതില്ല തലയുയർത്തി ആഞ്ഞെനിക്കു പൊരുതണം. തൻ്റെ നഗരത്തിലോ പരിസരത്തോ ഒരു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്ന തോന്നൽ അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നു. ആ സംഭാഷണങ്ങളിൽ ഉത്തേജനം കൊണ്ട് തൻ്റെ മനസ്സിലെ വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ അമൃതകുംഭം തുറന്നുവെച്ച് ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വെമ്പൽ പൂണ്ട് തന്നിലെ ശില്പി ഉണരുകയായിരുന്നു. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മൂവാറ്റുപുഴയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ശ്രീ KM പരീതിനെ അറിയിക്കുകയും പൂർണ്ണ മനസ്സോടുകൂടി അദ്ദേഹം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ന്യൂ ബസാറിലുള്ള PM മുഹമ്മദിൻ്റെ ഉടമസ്ഥയിലുള്ള കലാകേന്ദ്രയിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനപ്രകാരം ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനും തീരുമാനിച്ചു. ഈ ഇസ്ലാമിക് ലേണിംഗ് ആൻഡ് ഹ്യൂമൻ ഇംപ്രൂവ്മെൻറ്റ് ഏജൻസി എന്ന ഷോർട്ട് ഫോമായിട്ട് ഇലാഹിയ എന്ന പേര് നിർദ്ദേശിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് 11 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും
ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായി 92 തന്നെ KMLP സ്കൂൾ എന്ന സ്ഥാപനം വിലയ്ക്ക് വാങ്ങുകയും 93 ഇലാഹിയ പബ്ലിക് സ്കൂൾ തുടങ്ങുകയും ചെയ്തു. ഇലാഹിയ പബ്ലിക് സ്കൂളിൻ്റെ ഉദ്ഘാടന വേളയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുസലാം സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ആർട്സ് കോളേജിന് അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സുഹൃത്ത് വൃന്ദങ്ങളെയും മൂവാറ്റുപുഴയിലെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെയും ചേർത്ത് ഒരു സംഘടനയുണ്ടാക്കി. വാക്ക്, എഴുത്ത്, എന്ന നാഥൻ എന്നെല്ലാം അർത്ഥമേകുന്ന ഇലാഹി എന്ന പദം ചേർത്ത് നൽകിയ ഇലാഹിയ ട്രസ്റ്റ് എന്ന നാമധേയം അക്ഷരാർത്ഥത്തിൽ സന്ദർഭത്തിനുതകുന്നതായിരുന്നു. അതിൻ്റെ കീഴിൽ പിന്നീട് അക്ഷരപ്പുരകളുടെ ദേവാലയങ്ങൾ പടുത്തുയർത്തുകയായിരുന്നു. 25 തുടങ്ങി ഇന്ന് 55ഓളം ട്രസ്റ്റ് അംഗങ്ങളുമായി 100-ലധികം ഏക്കറുകളിലായി 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇനിയും നിലയ്ക്കാത്ത തേരോട്ടം ശ്രീ PM അസീസ് എന്ന വ്യക്തിയുടെ ശില്പവൈദഗ്ധ്യം പ്രകടമാക്കുന്നവയായിരുന്നു. മൂവാറ്റുപുഴയുടെ വ്യാപാര വ്യവസായ രംഗത്തും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും പ്രശോഭിച്ചു നിന്ന ഇലാഹിയ ട്രസ്റ്റിന്റെ ചെയർമാനായ ശ്രീ KM പരീദ് എന്ന മഹത് വ്യക്തിയുടെ പിന്തുണയും നിർദ്ദേശങ്ങളും ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തും ഊർജവുമേകി. 1992 മൂവാറ്റുപുഴയുടെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമായ കാവുങ്കരയിൽ ശ്രീ PM അസീസിൻ്റെ ഹൃദയത്തിൽ ഉദിച്ച ഒരാശയമാണ് ഇലാഹിയ ട്രസ്റ്റ്. താനും തൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചപ്പോൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള എന്നെ അദ്ദേഹം വിളിക്കുകയും ഇതിന് നമുക്ക് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആലോചിക്കുകയും എല്ലാം ചെയ്തു. ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പ്രിയപ്പെട്ട അസീസിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ ആശയം മൂലമാണ്. ഇലാഹിയ ട്രസ്റ്റിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 1992 ഈ 92 ഇത് തുടങ്ങാനായിട്ട് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് മുഴുവൻ അതായത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി PM അസീസിൻ്റെതാണ്. ഇലാഹിയ ട്രസ്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം അസീസ് തന്നെയാണ്. അസീസിലൂടെയാണ് എല്ലാം നമുക്ക് കരഗതമായിട്ടുള്ളത്. വർഷം തോറും 750ഓളം കുട്ടികൾക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണവും വിദ്യാഭ്യാസവുമേകി ഹരിശ്രീ കുറിപ്പിക്കുന്ന കേരളത്തിലെ ഡിജിറ്റലൈസ് ചെയ്ത ഏക എയ്ഡഡ് LP സ്കൂളായ KMLPS എന്ന ഇലാഹിയ ജൂനിയർ സ്കൂൾ അസീസിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ പടിയായിരുന്നു. ശ്രീ PM അസീസ് സാഹിബിൻ്റെ പ്രവർത്തനം എന്നും ഒരു കൗതുകത്തോടു കൂടി നോക്കിക്കണ്ടു നിന്ന ആളാണ് ഞാൻ. 2011 ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത് എന്നോട് നിർദ്ദേശിച്ചു KMLP സ്കൂളിൻ്റെ മാനേജരാകണമെന്ന്. ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു എയ്ഡഡ് LP സ്കൂൾ ആകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. 1500ഓളം വിദ്യാർത്ഥികൾക്ക് ഉയർന്ന തലത്തിലുള്ള CBSE വിദ്യാഭ്യാസം ഇലാഹിയ പബ്ലിക് സ്കൂളിലൂടെ ജനാബ് ശ്രീ അസീസ് ഒരുക്കിയെടുത്തത് രണ്ടാമത്തെ ലക്ഷ്യപ്രാപ്തിയായിരുന്നു. പിന്നീട് ഉയർന്ന ഇലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നമ്മുടെ നാടിനെ സേവിക്കുവാൻ അയക്കുമ്പോഴും അസീസിൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഇലാഹിയ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഇലാഹിയ സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇലാഹിയ പോളിടെക്നിക് കോളേജ്, ഫാർമസി കോളേജ്, ലോ കോളേജ് എന്നിങ്ങനെ തൻ്റെ സൃഷ്ടികർമ്മങ്ങൾ ഒന്നൊന്നായി തീർക്കുമ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സുഹൃത്തുക്കളുടെ പ്രവർത്തന മികവായും കാണുന്ന ഈ ശില്പിക്ക് വൈദ്യസഹായ രംഗത്ത് വേണ്ട രീതിയിൽ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ തനിക്കൊരുക്കുവാനായില്ലല്ലോ എന്ന വിഷമം അവശേഷിപ്പിക്കുന്നു. അനന്തര തലമുറകൾക്ക് പ്രയോജനം സിദ്ധിക്കുന്നതിന് വളരെയധികം ടെക്നോളജിക്കൽ ഗ്രന്ഥങ്ങൾ പ്രസാധനം ചെയ്ത ഇലാഹിയ പബ്ലിഷേഴ്സും കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് ആക്കം കുറിക്കുന്ന വിഭജിക്ക പബ്ലിക്കേഷനും അസീസിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായതും ഇലാഹിയയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നവയുമാകുന്നു. ഇലാഹിയ ട്രസ്റ്റിൻ്റെ എല്ലാ വളർച്ചയ്ക്കും അസീസിൻ്റെ വളരെ ഒരു പങ്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇലാഹിയ ട്രസ്റ്റ് ഇത്രയും ഉയർച്ചയിൽ പോകാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. മൂവാറ്റുപുഴയിലെ പ്രമുഖരായ 10-30 ആളുകൾ കൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങണം, അതിന് ആവശ്യമായ ഒരു ട്രസ്റ്റ് ആരംഭിക്കണം എന്ന് തീരുമാനമെടുത്തത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി PM അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 10-30 ആളുകൾ ഒരുമിച്ച് കൂടുകയും ശ്രീ KM ബരീദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുകയും അത് ഒരു ട്രസ്റ്റ് രൂപീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. വ്യവസായ ഉന്നമനത്തെ ഉദ്ദേശിച്ച് മേതല എന്ന ഗ്രാമത്തിലെ 30 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ആരംഭിക്കുന്ന വ്യവസായ പാർക്ക് ഇലാഹിയയുടെ നാമം വീണ്ടും ഉച്ചശ്രേണിയിലെത്തിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നിവയുടെ പ്രാധാന്യം മുൻകൂട്ടി കണ്ടും ഇനിയും തരണം ചെയ്യേണ്ട സാങ്കേതിക മികവുകളുടെ ചെല്ലവും പേറി പുതുസ്വപ്നങ്ങൾ കണ്ട് ഇലാഹിയ സ്ഥാപനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുഹൃത്ത് കരങ്ങൾക്ക് ശക്തി പകരുന്ന ധൈര്യവും ആത്മവിശ്വാസവും ഊർജവുമായി വിദ്യാവിചക്ഷണനായ അസീസ് എന്ന ഈ ശില്പി എന്നും ആ ഇലാഹിയ കുടുംബത്തിൻ്റെ നാഥനായി വിലസുമ്പോഴും തൻ്റെ കുടുംബത്തിന് എത്രയും പ്രിയനായി ശോഭിക്കുന്നു. പത്നി ശ്രീമതി സാദിയ ബീഗവും നസ്നി ഫിറോസ്, നാജിയ സാജിദ് എന്നീ പുത്രിമാരും അവരുടെ കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തിൽ PM അസീസ് എന്ന ഗൃഹനാഥൻ ഒരു ഉത്തമ പുരുഷത്വമായി തിളങ്ങുന്നു. ട്രസ്റ്റിൻ്റെ ആരംഭകാലം മുതൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എൻ്റെ സഹോദരൻ PM സലീമും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന MN ഷാനവാസിനെ ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ പ്രശംസിക്കുകയാണ്. പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പല അംഗങ്ങളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരിൽ ചിലരെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ശ്രീ AE അലിക്കുട്ടി, KK ബഷീർ, TK മുഹമ്മദ്, PA പരീദ്, ബാവാത്തമ്പി എന്നിവരെ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. 10,000-കണക്കിന് പ്രതിഭകളെ സൃഷ്ടിച്ച് ഇനിയുമേറെ പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകം തുറക്കുന്ന നവപ്രതിഭകൾക്ക് ജന്മം കൊടുത്ത് ഇന്ന് ഈ പ്രസ്ഥാനം ഭാരതത്തിലെ തന്നെ ഒരു പ്രഥമസ്ഥാനീയ വിദ്യാകേന്ദ്രവും സ്വതന്ത്ര സർവകലാശാലയുമാക്കി വിദ്യയുടെ ഉന്നത കേന്ദ്രമാക്കി തീർക്കുവാൻ ഈ മഹാശില്പിക്ക് ജഗദീശ്വരനൊപ്പം നമുക്കും കരുത്തു പകരാം. മാമകപ്രതിജ്ഞകൾ വരിച്ചിടേണ്ട മക്കളെ, അറിവിന്നുറവ തേടിയിങ്ങലഞ്ഞലഞ്ഞു പോയിടാ. അവിശ്രമം പരിശ്രമം നടത്തുമെൻ്റെ കൂട്ടരെ, നമുക്കതീവ ദൂരമുണ്ട്